നമസ്കാരം. മുഖ്യമന്ത്രി പദത്തിലിരുന്നപ്പോൾ പിണറായി വിജയന് വന്നുപിടിച്ച അഹങ്കാരവും അഹന്തയും ജനങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറക്കുവിട്ടിട്ടും മാറിയിട്ടില്ല എന്നതാണ് വാസ്തവം. പ്രതിപക്ഷ നേതാവായി എത്തിയിട്ടും മാധ്യമങ്ങളോടുള്ള പിണറായിയുടെ കടക്കുപുറത്ത് നയത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ. CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ വൻ ഒളിയമ്പുകളും രൂക്ഷ വിമർശനങ്ങളുമാണ് ഉയർന്നുവരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ കനത്ത തോൽവിയുടെ പ്രധാന ഉത്തരവാദികൾ സംസ്ഥാന നേതൃത്വത്തെ നയിക്കുന്ന ഇരുവരുമാണ്. ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അക്കാര്യത്തിൽ അങ്ങനെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നതും. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പാർട്ടി നേരിട്ട തിരിച്ചടിയും വിശകലനം ചെയ്യുന്നതിനിടെയാണ് മുതിർന്ന നേതാക്കളിൽ നിന്നും നേതൃത്വത്തിനെതിരെ അതൃപ്തി വ്യക്തമായത്. ഏതായാലും തിരഞ്ഞെടുപ്പ് തോൽവിക്കു ശേഷം ആഴത്തിൽ സ്വയം വിമർശനം നടത്തുന്നതിന് പകരം അനാവശ്യമായ വിവാദങ്ങളിലേക്ക് പാർട്ടി കടന്നു പോകുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ട്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനാണ്. പാർട്ടിയിൽ പുതിയ വിഭാഗീയതകൾക്ക് വഴിമരുന്നിടാതെ അണികളെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണം എന്നതാണ് യോഗത്തിൽ ഉയർന്ന ഒരു പൊതുവികാരം. എന്തായാലും പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളായ കണ്ണൂരിലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഉണ്ടായ അപ്രതീക്ഷിതമായ തിരിച്ചടി കണ്ണൂർ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണ് എന്ന് യോഗത്തിൽ വിമർശനം ഉയർന്നു. അതായത് ആ വിമർശനം സ്വാഭാവികവുമാണ്. ഇത്രയുമേറെ അടിത്തറമായ ശക്തിയുള്ള അതായത് ഇത്രയേറെ അടിത്തറയുള്ള ഒരു സ്ഥലത്ത് തോൽവി ഏറ്റുവാങ്ങുമ്പോൾ അത്രത്തോളം വിമർശനങ്ങൾ സ്വാഭാവികമായും ഏറ്റുവാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അടിത്തറ ശക്തമായിരുന്ന ഈ മേഖലകൾ പോലും വോട്ട് ചോർച്ച ഉണ്ടായത് ഗൗരവമായി തന്നെയാണ് കാണേണ്ട വിഷയമാണ്. എന്തായാലും അണികൾ പാർട്ടിയിൽ നിന്നും അകന്നാൽ വരും നാളുകളിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഉയർന്നു വരുന്ന നിർദ്ദേശം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെങ്കിലും തൽക്കാലം പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും മാറ്റാൻ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. തിടുക്കപ്പെട്ടൊരു മാറ്റം പാർട്ടിക്ക് കൂടുതൽ ദോഷം ചെയ്യും, അതായത് ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്നും ഉചിതമായ സമയത്തെ പിണറായി വിജയനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമായിരിക്കും നേതൃമാറ്റം അടക്കമുള്ള തീരുമാനങ്ങൾ പാർട്ടി കടക്കുക. അതേപോലെ സ്വാഭാവികമായും കുറച്ച് നാളത്തേക്ക് പിണറായി വിജയൻ സേഫ് ആണെന്നും അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇരിക്കാം എന്ന് തന്നെയാണ് നേതൃത്വം പറയാതെ പറഞ്ഞു വെക്കുന്നത്. എന്നിരുന്നാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വരും നാളുകളിലെ വാക്കും പ്രവൃത്തിയും കേന്ദ്ര നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കും. അപ്പോൾ സ്വാഭാവികമായി MV ഗോവിന്ദൻ പാർട്ടിയിലെ കരടായി മാറി. സ്വയം ഒഴിഞ്ഞു പോകാത്തതിനാൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും പാർട്ടി നിരീക്ഷിച്ചു വരികയാണ്. എപ്പോഴാണ് തിരഞ്ഞെടുപ്പ്, അതായത് ഇനിയും ഒരു അവസരം വരുമ്പോൾ പാർട്ടി അതെടുത്ത് പുറത്ത് കളയുക തന്നെ ചെയ്യും. അപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവും അദ്ദേഹം നടത്തിയ പല പരസ്യ പ്രസ്താവനകളും പാർട്ടിക്ക് തിരിച്ചടിയായി എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. അപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേതാക്കൾ പെരുമാറണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ കർശന നിർദ്ദേശം. ഡൽഹിയിലെ CPM ആസ്ഥാനത്ത് കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുമ്പോൾ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾ പ്രതിരോധത്തിലായ അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ യഥാർത്ഥ കാരണങ്ങൾ സമിതിക്ക് മുന്നിൽ വിശദീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ബുദ്ധിമുട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തോൽവിയെക്കുറിച്ച് കൂടുതൽ വിശദമായ പരിശോധന നടത്താനാണ് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുവരെ നേതാക്കളുടെ പ്രതികരണങ്ങൾ കുറച്ച് ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് എന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വക നിർദ്ദേശമെത്തിയത്.